അമ്മയുടെയും ഒക്കെ പ്രായത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തായിരുന്നു നമ്മുടെ പഴയകാല വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന്റെ നന്മയും മേന്മയും അതിലുണ്ടായിരുന്ന സ്നേഹവും സൗഹൃദത്തിന്റെ ആഴവും പങ്കുവയ്ക്കലും ഒക്കെ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിന്റെ ഉന്നതിയിലെത്താൻ കഴിയും. എപ്പോഴും അങ്ങനെ ഒരു ചിന്തയും വിശ്വാസവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അത് നൽകാൻ ഈ 82, 86 ബാച്ചിലെ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തിയതിന് മണികണ്ഠൻ സാറിന് നന്ദി പറയുന്നു. എങ്കിലും നമ്മുടെ ഓഡിയൻസ് അവർക്ക് റിക്വസ്റ്റ് ഉണ്ട്, സാറിൻ്റെ ഒരു അവതരണം ആ ഒരു ശൈലി കാണണമെന്ന് എനിക്കും വളരെ ആഗ്രഹമാണ്. സാറിൻ്റെ ആ വാക്കുകളെ ഇത് കോവിഡ് കാലത്ത് ചെയ്തൊരു പരിപാടിയാണ് ഈ ഫോണിംഗ് പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിലൊരു ചെറിയ സംഭവം ഒന്ന് അവതരിപ്പിക്കാം. ഇല്ല ഞാൻ എൻ്റെ പള്ളിക്കുറിച്ച് ഇംഗ്ലീഷ് പള്ളിക്കുറിച്ച് മാറ്റി. ഇപ്പം ഞങ്ങളുടെ കന്യാകുളം സ്കൂളിലായിരുന്നു. അവിടെ നല്ല സാറന്മാർ നല്ലപോലെ പഠിപ്പിക്കും. ഇല്ല അവരെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. മാറ്റി എന്തെന്ന് വെച്ചാൽ അവിടെ ഈ പള്ളിക്കുറിച്ച് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ് അവരുടെ ഈ പാമ്പിന്റെ 2 പര്യായം പറയണം. ഞങ്ങൾക്ക് 2 പറഞ്ഞു. അപ്പൊ നിനക്ക് 4 കാണണം. ഓ അങ്ങനെ എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മളെ ഈ പറയുന്ന 2 പറഞ്ഞു കൊടുത്തു. എന്റെ കൊച്ചുമാൻ പള്ളിക്കുറിച്ച് ക്ലാസ് ചെന്ന് പറഞ്ഞ് സാറന്മാരും പിള്ളേരൊക്കെ കൂടെ കിടന്ന് ചിരി, ഇത് നിനക്ക് ഏവം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചോണ്ട് ചെറുക്കനെ കളിയാക്കി. ഓ ഞാൻ വൃത്തിയാണെന്നല്ലേ പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്മളൊക്കെ പണ്ട് പഠിച്ച 2 വാക്കാണ്, ഊച്ചി ഊഴണത്. ഓ ശരിയാണ്, ഓക്കെ ഞാൻ അയക്കില്ല. ഓ അടുത്തതായിട്ട് നമുക്ക് ശ്രീ മഞ്ജുളൻ സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. ശ്രീ മഞ്ജുളൻ സാറിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. തീർച്ചയായും വളരെ സന്തോഷം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണിയാപുരം സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ഒത്തുചേരാൻ സാധിക്കുന്നതിനാണ് ഞാൻ ആദ്യത്തെ സന്തോഷത്തിന് വളരെ മാറ്റിവെക്കുന്നത്. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നത് കാരണം എനിക്കിവിടെ ഒരു നാടകം കളിക്കാനുള്ള ഒരു 3/4 മണിക്കൂർ സമയമുള്ള ഒരു നാടകമുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് പറയും, കളിക്കുകയും ഒക്കെ ചെയ്യാനും നമ്മുടെ ഒരു പ്രശ്നമായിട്ട് നടക്കുന്ന സമയം ആയിക്കഴിഞ്ഞു. എന്നാലും ഈ 82, 86 ബാച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ്. എൻ്റെ ഒരു സീനിയേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും. ഞാനൊക്കെ എൻ്റെ കലാജീവിതം തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെ ആരാധനാപൂർവ്വം നമുക്ക് മുന്നേ വന്ന ആളുകളെ നോക്കി കണ്ടിട്ടുള്ള ഒരു കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണ്. 80s കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. ഏറ്റവും പ്രധാനം നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ എന്നതിനൊരു ഉദാഹരണമാണ്. അവർ ആ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. ഇന്നും രാഷ്ട്രീയ രംഗത്താണെങ്കിൽ പോലും ഇന്നും കേരളത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ പ്രതിഫലന സംഭവങ്ങളിലും അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ 80s കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളും അതിൻ്റെ കൂടെ ആവുന്നു എന്നത് വളരെ സ്തുതിയാക്കാൻ തന്നെ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഒരു വോയിസ് പരിപാടി ആയിരിക്കും എന്നാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് വോയിസ് അല്ല, ഇതൊരു മിക്സഡ് പരിപാടിയാണ്. അവർ മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബത്തെ കൂടി കൂട്ടിയിട്ട് ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന വീടുകളിലെ ആൾക്കാരുടെ തെളിഞ്ഞ മനസ്സിലൊരു സന്തോഷം കൊടുക്കുന്നത് നമുക്ക് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കൂടുതൽ ഞാൻ പറയാം. ഈ ബൈജോട്ടേറ്റ ഒരു പ്രിയപ്പെട്ട ബൈജോട്ടിൻ്റെ ഈ കുടുംബത്തിലേക്ക് വരാൻ സാധിച്ചതിലും ഉള്ള സന്തോഷം വീണ്ടും അറിയിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി
നന്ദി അറിയിക്കുക എന്ന ചടങ്ങാണ്.